നമസ്കാരം. അൽബേനിയ രാജ്യത്തെക്കുറിച്ചുള്ള സമഗ്ര പരിചയം. ഔദ്യോഗിക പേര് റിപ്പബ്ലിക് ഓഫ് അൽബേനിയ. തലസ്ഥാനം ടിറാന. ഭൂഖണ്ഡം യൂറോപ്പ്. ജനസംഖ്യ ഏകദേശം 25 ലക്ഷം. വിസ്തീർണം 28,748 ചതുരശ്ര കിലോമീറ്റർ. ഔദ്യോഗിക ഭാഷ അൽബേനിയൻ. നാണയം അൽബേനിയൻ ലേക്ക്. ഭൂമിശാസ്ത്രം അൽബേനിയ അഡിയാറ്റിക് കടലിൻ്റെയും അയോണിയൻ കടലിൻ്റെയും തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ മോണ്ടിനിഗ്രോ, കൊസോവോ, നോർത്ത് മാസിഡോണിയ, ഗ്രീസ്. മനോഹരമായ പർവ്വതനിരകളും നദികളും കടൽ തീരങ്ങളും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് അൽബേനിയ പ്രശസ്തമാണ്. ചരിത്രം. പുരാതന കാലത്ത് ഇവിടെ ഇലീരിയൻ ജനവംശം താമസിച്ചിരുന്നു. ഏകദേശം 500 വർഷത്തോളം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിലായിരുന്നു. 1912 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1944 മുതൽ 1990കളുടെ തുടക്കം വരെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. 2009 നാറ്റോയിൽ അംഗമായി. യൂറോപ്യൻ യൂണിയൻ അംഗമാകാനുള്ള സ്ഥാനാർത്ഥി രാജ്യമാണ്. സംസ്കാരം. അൽബേനിയൻ ജനങ്ങൾ അതിഥി സൽക്കാരത്തിന് പ്രശസ്തരാണ്. അവരുടെ സംസ്കാരത്തിൽ ബെസ എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വാക്ക് പാലിക്കുകയും അതിഥികളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. പരമ്പരാഗത സംഗീതം, നൃത്തം, ആഘോഷങ്ങൾ എന്നിവ അൽബേനിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ഭക്ഷണം. പ്രശസ്തമായ ചില വിഭവങ്ങൾ ബൈറക്, ടാവേ കോസി, പുതിയ കടൽ വിഭവങ്ങൾ, ഗ്രിൽ ചെയ്ത മാംസ വിഭവങ്ങൾ. സമ്പദ് വ്യവസ്ഥ. അൽബേനിയയുടെ പ്രധാന വരുമാന മേഖലകൾ ടൂറിസം, കൃഷി, ജലവൈദ്യുതി, ഖനനം, വസ്ത്രനിർമ്മാണം. സമീപ വർഷങ്ങളിൽ ടൂറിസം വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിലൊന്നാണ് അൽബേനിയ. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ടിറാന തലസ്ഥാനം. ബെറാത്ത് 1000 ജനതകളുടെ നഗരം. ഗജുറോ കാസ്റ്റം അൽബേനിയൻ റിവിയർ. ബ്രൂട്ടിൻ ദേശീയോദ്യാനം. അൽബേനിയൻ ആൽപ്സ്. കൗതുകകരമായ വിവരങ്ങൾ. ലോകപ്രശസ്തയായ മദർ തെരേസയ്ക്ക് അൽബേനിയൻ വംശ പാരമ്പര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നിർമ്മിച്ച 1.7 ലക്ഷത്തിലധികം ബങ്കറുകൾ അൽബേനിയയിൽ ഉണ്ട്. അൽബേനിയൻ ഭാഷ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ തനതായ ഒരു ഭാഷയാണ്. ചുരുക്കം, ചെറിയ വിസ്തീർണമുള്ള രാജ്യമായിരുന്നാലും പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ ചരിത്രം, സവിശേഷമായ സംസ്കാരം, അതിഥി സൽക്കാരത്തിൻ്റെ പാരമ്പര്യം എന്നിവ കൊണ്ട് അൽബേനിയ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന രാജ്യമാണ്. നന്ദി.